നടിയെ ആക്രമിച്ച കേസിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ദിലീപ് കോടതിയിൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞെന്ന് ദിലീപ്. അടച്ചിട്ടും കോടതി മുറിയിലെ വാദങ്ങൾ ചോർത്തി. ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുൻപ് ചാനലിൽ ഇന്റർവ്യൂ നൽകി. ഇത്തരമൊരു സാക്ഷിയുണ്ട് എങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് ഹർജിയിൽ. കോടതിയലക്ഷ്യ ഹർജികൾ ജനുവരി 12 പരിഗണിക്കും. നിതിനുണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ദിലീപിന്റെ ഹർജിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബൈജു പൗലോസിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജികളിലാണ് ഇന്ന് വിചാരണ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം ആരംഭിച്ചിരിക്കുന്നത്. അതിൽ മാധ്യമപ്രവർത്തകർക്കെതിരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെതിരെയും ചാനലുകൾക്കെതിരെയുമുള്ള കോടതിയലക്ഷ്യ ഹർജികളുണ്ട്. അതിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ഹർജിയിലാണ് ദിലീപ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ആരോപണങ്ങൾ പറയുന്നത്. അതായത് കോടതിയിൽ താൻ പറയാത്ത, തന്റെ വക്കീൽ പറയാത്ത പല കാര്യങ്ങളും ചാനലുകളിൽ പറഞ്ഞുവെന്നും അടച്ചിട്ട കോടതി മുറിയിലെ വാദങ്ങൾ മാധ്യമങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോർത്തി നൽകിയെന്നുമാണ് ഇത്തരത്തിൽ ദിലീപ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ബാലചന്ദ്രകുമാർ പോലീസിന് മൊഴി നൽകുന്നതിന് മുമ്പ് ചാനലിന് ഇന്റർവ്യൂ നൽകിയെന്നും ഇത്തരമൊരു സാക്ഷി ഉണ്ടെങ്കിൽ ആദ്യം കോടതിയെ അറിയിക്കുകയായിരുന്നു വേണ്ടതെന്നും ദിലീപ് കോടതിയിൽ പറയുന്നുണ്ട്. ദിലീപിന്റെ ഉൾപ്പെടെയുള്ള ഹർജികൾ ഡിസംബർ 12-ാം തീയതിയാണ് ഇനി പരിഗണിക്കുക. 12-ന് പരിഗണിക്കാനായി ഹർജികൾ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദിലീപ് കൊടുത്ത മറ്റൊരു അപേക്ഷയിൽ പാസ്പോർട്ട് വിട്ടു നൽകാനുള്ള അപേക്ഷയിൽ കോടതി അനുകൂല ഉത്തരവിടുകയും പാസ്പോർട്ട് ദിലീപിന് തിരികെ നൽകാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഹർജികൾ എന്നാണ് പരിഗണിക്കുക? ഈ കോടതിയലക്ഷ്യ ഹർജികൾ എന്നാണെന്ന് ഇതിന് പരിഗണിക്കുക? മറ്റൊരു സംശയം, നടിയെ ആക്രമിച്ച കേസിന്റെ വിധി പറഞ്ഞ ദിവസമാണ് ഈ കോടതിയലക്ഷ്യ ഹർജികൾ ആദ്യം പരിഗണനയ്ക്കെടുത്തത്. പിന്നീട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഈ വാദം തുടങ്ങിയപ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ ഹർജിയാണ് ആദ്യം പരിഗണിച്ചത്. ഈ ഹർജിയിൽ മാത്രമാണ് ഇന്ന് വാദം തുടങ്ങിയിട്ടുള്ളത്. ഈ ഹർജി ഉൾപ്പെടെ മറ്റു ഹർജികളെല്ലാം തന്നെ ദിലീപ് നൽകിയിട്ടുള്ള എല്ലാ ഹർജികളും ജനുവരി 12-ാം തീയതിയാണ് ഈ പരിഗണിക്കുക. ജനുവരി 12-ാം തീയതിയിലേക്ക് പരിഗണിക്കാനായി അന്വേഷണ ഉദ്യോഗസ്ഥനായി ബൈജു പൗലോസ് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ചാനലുകൾക്കെതിരെ അടക്കം ഹർജി നൽകിയിട്ടുണ്ട്. ഈ കോടതിയലക്ഷ്യ ഹർജികളെല്ലാം ജനുവരി 12-നായിരിക്കും ഇനി കോടതി പരിഗണിക്കുക.